വൈവിധ്യത്തിന്റെ വേദിയിൽ ഒരുമയുടെ മഹോത്സവം. മറാഠി മലയാളി എത്നിക് ഫെസ്റ്റിന് പരിസമാപ്തി. കേരളത്തിന്റെയും മഹാരാഷ്ട്രയുടെയും സാംസ്കാരിക വൈവിധ്യങ്ങളെ ഒരേ നൂലിൽ കോർത്തിണക്കി 2017 മുതൽ തുടർച്ചയായി സംഘടിപ്പിച്ചു വരുന്ന ഫെസ്റ്റിന് മികച്ച പ്രതികരണം. മുംബൈയിൽ 3 ദിവസങ്ങളിലായി നടന്ന മറാഠി മലയാളി എത്നിക് ഫെസ്റ്റ് കലയും സംസ്കാരവും കൈകോർക്കുന്ന വേദിയായി മാറി. മുംബൈ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ രവീന്ദ്ര കുൽക്കർണി ഉദ്ഘാടനം നിർവഹിച്ചു. ഭാഷകളും സംസ്കാരങ്ങളും ഒന്നിക്കുന്ന ഇത്തരം വേദികൾ മുംബൈയുടെ സാമൂഹ്യ ഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്ന് ഡോക്ടർ കുൽക്കർണി പറഞ്ഞു. This culture needs to be transferred to the next generation, the Gen Z, because what we understand that our generation may understand very well the importance of the classical song, Maje Maher Pandari, but then that needs to be really communicated well and transferred well to the next generation. ഇതൊരു ആഘോഷം മാത്രമല്ലെന്നും ദേശീയ ഒരുമയെ ശക്തിപ്പെടുത്തുന്ന നിയോഗമാണെന്നും ഫെസ്റ്റിവൽ ഡയറക്ടറും അമ്മ പ്രസിഡന്റുമായ ജോജോ തോമസ് പറഞ്ഞു. I know Maharashtra little bit culture. That's why I want to do it in Marathi, Malayali ethnic program. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളായ മോഹിനിയാട്ടം, ഭരതനാട്യം, തിരുവാതിരകളി, ഒപ്പന എന്നിവയും മഹാരാഷ്ട്രയുടെ ലാവണി, കോളി ഡാൻസ്, മംഗളഗൗരി, ഗോന്തൽ തുടങ്ങിയ നൃത്തരൂപങ്ങളും വേദിയിൽ നിറഞ്ഞു നിന്നു. സ്കൂൾ തല മത്സരങ്ങളിൽ 1000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കവി സമ്മേളനം സാഹിത്യപ്രേമികളുടെ ശ്രദ്ധ നേടി. മുംബൈയുടെ വൈവിധ്യത്തെയും ദേശീയ ഐക്യത്തെയും ആകർഷിച്ചുകൊണ്ട് മറാഠി മലയാളി എത്നിക് ഫെസ്റ്റ് 7ാം സീസണ് പരിസമാപ്തിയായി.